ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. കാറിലുണ്ടായിരുന്ന കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൂണ്ടലിൽ 4 അംഗ സംഘം വീട് കയറി ആക്രമിച്ചു. ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. അക്രമികൾ വീട്ടുപകരണങ്ങളും വാഹനങ്ങളും തല്ലിത്തകർത്തു. ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കുന്നംകുളത്ത് ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് 2 യുവാക്കളും, തിരുവത്രയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികനും മരിച്ചു. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. കാട്ടുപന്നികളെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ രംഗത്ത്. വാർത്തകളിലേക്ക് വിശദമായി. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന BMW കാർ കത്തിനശിച്ചു. 3 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ പാറയിൽ സെന്റ് ജോർജ് പള്ളിക്ക് മുന്നിൽ വെച്ചാണ് കാറിന് തീപിടിച്ചത്. കാറിലുണ്ടായിരുന്ന പെരുമ്പിലാവ് സ്വദേശി മണികണ്ഠനും കുടുംബവുമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. പുറകെ വന്ന വാഹനത്തിലെ യാത്രക്കാരുടെ സംയോജിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. അപകടം നടക്കുമ്പോൾ മണികണ്ഠനും ഭാര്യയും കുട്ടിയുമാണ് കാറിലുണ്ടായിരുന്നത്. ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ പിൻഭാഗത്തെ ഡോറിനടിയിൽ നിന്നും പുക ഉയരുന്നത് തൊട്ടു പിന്നാലെ വന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ആദ്യം കണ്ടത്. ഇവർ തുടർച്ചയായി ഹോൺ മുഴക്കി മുന്നറിയിപ്പ് നൽകിയതോടെ മണികണ്ഠൻ വാഹനം നിർത്തി പുറത്തിറങ്ങുകയായിരുന്നു. നിമിഷങ്ങൾക്കകം കാറിൽ തീ പടരുന്നു. കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. എരുമപ്പെട്ടിയിൽ കുന്നിൻ പറമ്പിൽ തീപിടുത്തം. എരുമപ്പെട്ടി യത്തീംഖാന കരിയന്നൂർ കാവിൽവട്ടം റോഡരികിലെ കുന്നിലാണ് തീപിടുത്തമുണ്ടായത്. റോഡരികിലെ ഉണങ്ങിയ പുല്ലിലാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് കുന്നിലേക്ക് തീ പടർന്നു കയറുകയായിരുന്നു. കുന്നിൻ ചെരുവിലെ റബ്ബർ തോട്ടത്തിനരികിലേക്ക് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു. കാഞ്ഞാണി പെരുമ്പുഴയിൽ ഉണങ്ങിയ പാഴ്പുല്ലുകൾക്കും മരങ്ങൾക്കും തീപിടിച്ചു. സമീപത്തെ മണലൂർത്താഴം കോൾപാടശേഖരത്തിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ നഷ്ടമൊഴിവായി. ശക്തമായ കാറ്റിൽ വൈദ്യുതി കമ്പികൾ ഉരസിയുണ്ടായ തീപ്പൊരി ഉണങ്ങി നിൽക്കുന്ന പാഴ്മരങ്ങളിലേക്ക് വീണതാകാം തീ പടരാൻ കാരണമെന്ന് കരുതുന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വിവരമറിഞ്ഞ് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് VK ചന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ചൂണ്ടലിൽ 4 അംഗ സംഘം വീട് കയറി ആക്രമിച്ചു. ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. ബന്ധുവായ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിലാണ് പെലക്കാട്ട് പയ്യൂരിൽ പ്രകാശിനെയും ഭാര്യയെയും 4 അംഗ സംഘം ആക്രമിച്ചത്. പ്രകാശന്റെ ബന്ധുവായ പെൺകുട്ടിയെ അക്രമികളിൽ ഒരാൾ പുറകെ നടന്ന് ശല്യം ചെയ്തത് പ്രകാശന്റെ മകൻ ചോദ്യം ചെയ്തിരുന്നു. ഈ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രകാശൻ പറഞ്ഞു. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘം വാളുകൊണ്ട് വെട്ടാൻ ശ്രമിച്ചത് തടഞ്ഞതോടെ പ്രകാശന്റെ കൈക്ക് പരിക്കേറ്റു. സമീപത്തെ കട്ടിലിൽ കിടന്നിരുന്ന പ്രകാശന്റെ ഭാര്യയെയും അക്രമി സംഘം മർദ്ദിച്ചതായി പറയുന്നു. ജനൽ ചില്ലും വീട്ടുപകരണങ്ങളും വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും അക്രമികൾ അടിച്ചു തകർത്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം കാണിയാമ്പലിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാവിലക്കാട് സ്വദേശികളായ കൂളിയാട്ടിൽ വീട്ടിൽ 26 വയസ്സുള്ള പ്രണവ്, മമ്പറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. കാണിപ്പയ്യൂരിൽ നിന്നും ചായ കുടിച്ച് ബൈക്കിൽ വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പനങ്ങായി ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ടു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിയുകയായിരുന്നു.
മറ്റൊരു ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്നവർ ഇവരെ കാണാത്തതിനെ തുടർന്ന് തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് അപകട വിവരം അറിയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാതയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ പഞ്ചവടി പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന മണത്തല സ്വദേശി കുന്നത്ത് വീട്ടിൽ 44 വയസ്സുള്ള ഒലീദാണ് മരിച്ചത്. എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർപാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടറുടെ സേവനം കൃത്യമായി നൽകുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കൃഷിഭവന് കീഴിലുള്ള മാഞ്ഞാർപാടത്ത് 77 ഏക്കർ വിസ്തൃതിയിലാണ് നെൽകൃഷിയുള്ളത്. ഇതിൽ പല ദിവസങ്ങളിലായി നെൽവയലുകളിലെ 1.5 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ വയലിലിറങ്ങുന്ന പന്നികൾ നെൽച്ചെടികൾ കുത്തിമറിക്കുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ പന്നിയുടെ ശല്യം ഭയങ്കര ദൂഷമാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് കഴിയണം കൊയ്യണമെങ്കിൽ. ഇതുവരെയ്ക്കും പഞ്ചായത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച് ഷൂട്ടർ ഏർപ്പാടാക്കിയെങ്കിലും കാര്യം ഉണ്ടായില്ല. ഒരുപാട് കൃഷിയാണ് ഡെയിലി വന്നിട്ട് കുത്തി നാശാക്കുന്നത്. രാത്രി 12 വരെ ഞങ്ങളിവിടെ കാവലിരിക്കുന്നുണ്ട്. പകലും ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഇന്നലെയും പകൽ വന്നു, ഇന്നലെ രാത്രി വന്നിട്ട് ഒരുപാട് കുത്തി നാശാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ സഹകരണമൊന്നും ഇതിനായിട്ടൊന്നും ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടാനായിട്ട് അറിവില്ല. ഇപ്പൊ ഒരു 1.5 ഏക്കറോളം എന്തായാലും 2 ഭാഗം കൂടിയിട്ടാകുമ്പോ അതിൽ മേലെ ഉണ്ടാവുള്ളൂ. ഒന്നായിട്ടല്ല, പല സ്ഥലങ്ങളായിട്ട് ഒരു 1.5 ഏക്കറോളം എന്തായാലും നാശമായിട്ടുണ്ട്. അർദ്ധരാത്രിയിലും പുലർച്ചെയും കർഷകർ കാവലിരുന്ന് പാട്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമാകുന്നില്ല. പന്നികളെ വെടിവെക്കാൻ ഷൂട്ടറെ ലഭിക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിലും കൃഷിഭവനിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. TCV എരുമപ്പെട്ടി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. തെരുവ് നായയുടെ ആക്രമണത്തിൽ പൂവത്തൂരിൽ ആട് ചത്തു. എളവള്ളി മുളന്തറ വലിയകത്ത് പാത്തുമോളുടെ വീട്ടിൽ വളർത്തുന്ന ആടിനെയാണ് തെരുവുനായ്ക്കൂട്ടം കടിച്ചു കൊന്നത്. 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ HDS ലാബ് നടത്തിപ്പിലും നിയമനത്തിലും വൻ ക്രമക്കേടുകൾ നടന്നതായി INTUC ആരോപിച്ചു. ലാബ് ഇൻചാർജിന് 10 വർഷത്തെ പരിചയം വേണമെന്നാണ് നിബന്ധന. എന്നാൽ പരിശീലനം ഇല്ലാത്ത വ്യക്തിയെയാണ് നിയമിച്ചത്. ലാബിലെ വരുമാന കണക്ക് സൂക്ഷിക്കുന്നില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, അവണൂർ മണ്ഡലം പ്രസിഡന്റ് IR മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുടയിലെ കലാസാംസ്കാരിക സംഘടനയായ 0480 ഭാവഗായകൻ P ജയചന്ദ്രന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. മന്ത്രി R ബിന്ദു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സജീവ് കല്ലട അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, ജയരാജ് വാര്യർ, സോണിയ ഗിരി തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസ് അവിശുദ്ധ കുട്ടുകേട്ടാണെന്ന് ആരോപിച്ച് LDF പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP അംഗങ്ങളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കോൺഗ്രസ് കൂട്ടുനിന്നും LDFന് അർഹതപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJPയെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് തട്ടിയെടുത്തുവെന്നും ആരോപിച്ചാണ് LDF വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. CPM ഏരിയ കമ്മിറ്റി അംഗം VR ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ AG സുഭാഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ,
PA രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ചെയർമാനായി വരും. രണ്ടാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ LDF തീരുമാനിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ പഞ്ചായത്തിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDFന് 3 ചെയർപേഴ്സൺമാരെ ലഭിച്ചു. LDFും UDFും ഒപ്പത്തിനൊപ്പമായിരുന്നാൽ നറുക്കെടുപ്പിലൂടെയാണ് LDFന് സ്ഥിരം സമിതി അധ്യക്ഷരെ ലഭിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി KV അഷ്ന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഷൈനി ജിബിൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ജമീല രാജീവ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP അംഗം വോട്ട് ചെയ്യാതെ വിട്ടുനിന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 19 സീറ്റിൽ 9 സീറ്റ് LDFനും 9 സീറ്റ് UDFനും 1 സീറ്റ് BJPക്കുമാണ് ലഭിച്ചിരുന്നത്. UDF അംഗങ്ങളായ പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനെയും വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടപ്പറമ്പിലിനെയും നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. വടക്കാഞ്ചേരി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുടെ തെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഷീല മോഹനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി KP മദനൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സ്വപ്ന ശശി എന്നിവരെ തെരഞ്ഞെടുത്തു. ധന്യ നിതിനാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി PG സനീഷിനെയും തെരഞ്ഞെടുത്തു. വേലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലും CPM വിജയിച്ച സാഹചര്യത്തിൽ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ പേര് പറഞ്ഞ് സമരം നടത്തിയ CPM ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. 5-ാം തീയതി നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ തുല്യ വോട്ട് നേടിയതിനെ തുടർന്ന് കോൺഗ്രസിലെ 3 അംഗങ്ങൾ നറുക്കെടുപ്പിലൂടെ വിജയിച്ചിരുന്നു. ആവശ്യമായ നോമിനേഷൻ ഇല്ലാത്തതിനാൽ 6-ാം തീയതിയും തെരഞ്ഞെടുപ്പ് നടത്തി. BJP അംഗത്തെ വികസന കമ്മിറ്റിയിലേക്കും CPM അംഗങ്ങളെ ധനകാര്യ കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുക്കുന്നതിനെ ആരും എതിർത്തിരുന്നില്ലെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി സയ്യിദ് ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ 168ാമത് ചന്ദനക്കുടം കൊടികുത്ത് നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ കുഴപ്പാട്ട് അയ്യപ്പുവിന്റെ വസതിയിൽ നിന്ന് ആരംഭിച്ച ആദ്യ കാഴ്ച ജാറം അങ്കണത്തിൽ എത്തിച്ചേർന്നു. രാത്രി വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ജാറം അങ്കണത്തിൽ തിരുമുൽ കാഴ്ച എത്തിച്ചേരും. ശനിയാഴ്ച രാവിലെ കൊടിയേറ്റ ചടങ്ങുകൾ ജാറം അങ്കണത്തിലെത്തി കൊടി ഉയർന്നു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണത്തിനുമുണ്ട് പ്രത്യേകതകൾ. പരിസ്ഥിതി സൗഹാർദ്ദ പ്രചരണ രീതിയാണ് ഗ്രാമകം പ്രാധാന്യം നൽകുന്നത്. ചിത്രശില്പ അഭിനയത്രയങ്ങളുടെ സമന്വയമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം. 5 ദിവസം ആയിരങ്ങൾ നെഞ്ചേറ്റുന്ന നാടകോത്സവ പ്രചരണങ്ങൾ പരമാവധി പരിസ്ഥിതി സൗഹാർദ്ദമാക്കുക എന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം. അതിൽ പ്രധാനപ്പെട്ട ഒരിനമാണ് മരമെഴുത്ത്. വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗ്രാമവീഥികളിലെ മരങ്ങളിലാണ് ഗ്രാമകത്തിലെ കലാകാരന്മാർ നാടകോത്സവത്തിന്റെ വരവറിയിച്ച് എഴുതുന്നത്. കേച്ചേരി വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഏകദേശം 14 കിലോമീറ്റർ ദൂരത്തിലും ഗ്രാമങ്ങളിലെ വിവിധ പാതകളിലും ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിലാണ് നാടകോത്സവത്തെ അടയാളപ്പെടുത്തുന്നത്. ആർട്ടിസ്റ്റ് KK മോഹൻ, CF രാജു, KK രാജൻ തുടങ്ങിയവരാണ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ വർഷം ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് ഫ്ലെക്സുകൾ മറ്റുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഭാഗമായിട്ടാണ് മരങ്ങളിലെ ഈ കുമ്മായടിച്ച് കളറടിച്ച് ചെയ്യാമെന്നുള്ള ഒരു സാധ്യത ആലോചിക്കുന്നതും അത് സമൂഹത്തിനും പ്രകൃതിക്കും ഗുണം ചെയ്യുന്നതാണെന്നും സാമ്പത്തികമായിട്ടും ലാഭം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രചരണമാണെന്നുള്ളത് എൻ്റെ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം അത് വളരെ വിപുലമായ രീതിയിൽ കേച്ചേരി മുതൽ പുറാഞ്ചേരി വരെയുള്ള ദൂരം ഒരു 14 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ ദൂരത്തിന്റെ 2 സൈഡിൽ നിൽക്കുന്ന മരങ്ങളിൽ മുഴുവൻ കുമ്മായടിച്ച് അതിന് മുകളിൽ കളറുകൾ ചേർത്ത് ഗ്രാമകത്തിന്റെ പ്രചരണം നടത്തുന്നത്. ചിലവ് കുറയ്ക്കുക, ഫ്ലക്സുകൾ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യവും മരമെഴുത്തിന് പുറകിലുണ്ട്. പ്രകൃതി സൗഹാർദ്ദ നിറങ്ങളാണ് എഴുതുവാനും വരയ്ക്കുവാനും ഉപയോഗിക്കുന്നത്. 2026 ഏപ്രിൽ 8 മുതൽ 12 വരെ വേലൂർ RSRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധ അമേച്വർ നാടക സംഘങ്ങൾ പങ്കെടുക്കും. TCV ന്യൂസ്, എരുമപ്പെട്ടി. പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഡോക്ടർ ചികിത്സ നിഷേധിച്ചതായുള്ള റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിലും നടപടിയായില്ല. ആരോഗ്യവകുപ്പിന്റെ വിജിലൻസ് വിഭാഗമാണ് അവസാനമായി അന്വേഷണം നടത്തിയത്. ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയിയുടെയും ലയയുടെയും മകൾ ആവറിൻ 2021 മാർച്ച് 24 കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. കൃഷ്ണൻകോട്ടയിൽ ലയയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം.
സംഭവത്തിൽ ആരോഗ്യവകുപ്പിലെ റീജിയണൽ വിജിലൻസ് യൂണിറ്റ് ഓഫീസറെ അന്വേഷണത്തിന് നിയമിച്ചിട്ടുണ്ടെന്ന് സനീഷ് കുമാർ ജോസഫ് എംഎൽഎയുടെ ചോദ്യത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ശിവേലിക്ക് ശേഷം മേൽശാന്തി മൂർത്തിയെടുത്തുമന സുധാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി KN മധുസൂദനും കുടുംബവുമാണ് പ്രതീകാത്മക നടയിരുത്തൽ നിർവഹിച്ചത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ ബൽറാമനെയാണ് നടയിരുത്തിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ഇഞ്ചൊടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും ബിഗ് ബോസ് റണ്ണറപ്പുമായ അനീഷ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ സന്തോഷ് ജേക്കബ്, ഹെഡ് മാസ്റ്റർ CM ജോഷി, PTA പ്രസിഡന്റ് ഫ്രാങ്കോ ഫ്രാൻസിസ്, MPTA പ്രസിഡന്റ് റിൻസി ജൂബി, ജനറൽ കൺവീനർ CS ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പുത്തൻ സാങ്കേതിക വിദ്യകൾ ക്രോഡീകരിച്ച് കേന്ദ്ര സർക്കാർ ഇനി മുതൽ പുറത്തിറക്കുന്ന ആധാർ മാസ്കോട്ടിൽ ചാലക്കുടിക്കാരൻ രൂപകൽപ്പന ചെയ്ത മുദ്ര. പുതിയ ആധാർ മാസ്കോട്ട് കഴിഞ്ഞ ദിവസം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരുന്നു. Meet Uday, the new face of Aadhaar. Hello Bharat, I am Uday, your smart, friendly Aadhaar buddy. I'll be your friend to tell you about various developments around Aadhaar. പടിഞ്ഞാറെ ചാലക്കുടി കാരൂർ റോഡിൽ താമസിക്കുന്ന തൈവളപ്പിൽ അരുൺ ഗോകുൽ തയ്യാറാക്കിയ എംബ്ലമാണ് കാർഡിൽ ഇടം പിടിച്ചത്. രാജ്യത്താകെ ഓൺലൈനിലൂടെ മത്സരാടിസ്ഥാനത്തിലായിരുന്നു എൻട്രികൾ ക്ഷണിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് ഏതാനും മണിക്കൂറുകളുടെ പ്രയത്നത്തിൽ അരുൺ ഗോകുൽ എംബ്ലം തയ്യാറാക്കിയതും അയച്ചതും. കുട്ടികൾ മുതൽ വയോധികർ വരെ ആകർഷിക്കപ്പെടും വിധം പുഞ്ചിരിക്കുന്ന മനുഷ്യരൂപമായിരുന്നു സൃഷ്ടിക്കായി നിർദ്ദേശിച്ചത്. ഒപ്പം തികച്ചും നിഷ്കളങ്കതയും നേളിക്കണം. ഇവയെല്ലാം ധൃതിയിൽ ഒരുക്കുമ്പോൾ ബിടെക് ബിരുദധാരിയും കൊച്ചി ഗ്രീൻഫീൽഡ് ലോജിസ്റ്റിക് LLP കമ്പനിയിലെ ഡെപ്യൂട്ടി ഓപ്പറേഷൻ മാനേജറുമായ അരുൺ ഗോകുൽ ഇത് രാജ്യത്താകമാനം അറിയപ്പെടുന്ന സൃഷ്ടിയായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും നനച്ചിരുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു എന്ന് അരുൺ പറഞ്ഞു. യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്മൈലി ഫേസ് ആയിരിക്കണം, വളരെ സിമ്പിളായിരിക്കണം, പിന്നെ ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമായവർക്ക് വരെ അത് സ്ട്രൈക്ക് ആവണമെന്ന്. ആധാറിന് ഒരു ഐഡന്റിറ്റി കാർഡിനപ്പുറം ഈ ഒരു മസ്കറ്റിൻ്റെ രൂപമായിരിക്കും എല്ലാവരുടെ മൈൻഡിലേക്ക് വരേണ്ടത്. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ സഡനായിട്ടൊരു ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്തു. പക്ഷേ ഗിഫ്റ്റ് കിട്ടിയ എന്തായാലും അത് വളരെയധികം സന്തോഷം. ഫസ്റ്റ് ആയിട്ടൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. 50,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും യുവാവിന് ലഭിക്കും. രാജ്യത്താകെ 875 എൻട്രികൾ UIDAIക്ക് ലഭിച്ചു. മാസ്കോട്ടിന് ഉദയ് എന്ന പേര് നിർദ്ദേശിച്ച ഭോപ്പാലിൽ നിന്നുള്ള റിയ ജെയിൻ നാമകരണ മത്സരത്തിൽ 1ാം സ്ഥാനക്കാരിയായി. TCV ന്യൂസ്, ചാലക്കുടി. എടത്തിരുത്തി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഐഷ B മുഹമ്മദ്, നൌമി പ്രസാദ്, KK അജിത് കുമാരി തുടങ്ങിയവർ സംസാരിച്ചു.
വെള്ളപ്പേപ്പറിൽ മണ്ടേല വരകളിലൂടെ വിസ്മയങ്ങൾ തീർത്ത് കാഞ്ഞിരിക്കോട് സ്വദേശിനി ദിയ. പഠനത്തിനോടൊപ്പം ഈ സവിശേഷ കലാരൂപത്തിൽ തന്റേതായ ഇടം കണ്ടെത്തുകയാണ് മൾട്ടിമീഡിയ വിദ്യാർത്ഥിനിയായ ദിയ. കാഞ്ഞിരക്കോട് പട്ടുകുളം വീട്ടിൽ സുമേഷ് ശ്രീജ ദമ്പതികളുടെ മകളായ ദിയയാണ് തന്റെ വ്യത്യസ്തമായ വരകളിലൂടെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. സാധാരണയായി വൃത്തത്തിനുള്ളിൽ ഒതുങ്ങുന്ന മണ്ടേല രൂപങ്ങളെ മാറ്റി നിർത്തി പ്രിയതാരം മോഹൻലാൽ, ചാർലി ചാപ്ലിൻ, തെയ്യം, ആന, സിംഹം തുടങ്ങി വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് തൃശൂരിൽ മൾട്ടിമീഡിയ 3ാം വർഷ വിദ്യാർത്ഥിനിയായ ദിയ തയ്യാറാക്കുന്നത്. ഓരോ ചിത്രത്തിലും ആയിരക്കണക്കിന് സൂക്ഷ്മമായ വരകളും ഡിസൈനുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാഞ്ഞിരക്കോട്ടുള്ള അച്ഛന്റെ കടയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ ചിത്രങ്ങൾ കണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഈ കലാകാരിയെ തേടിയെത്തുന്നത്. മാതാപിതാക്കളും സഹോദരൻ പീയൂഷും ദിയയുടെ കലാസഭയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇളവള്ളി കണിയാംതുരുത്തിലെ പച്ചത്തുരുത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. നൈസീജിയം പാലക്കാടൻസ്, നൈസീജിയം ചവറാൻ എന്നീ ഞാവൽ വർഗത്തിൽപ്പെട്ട വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. സെന്റ് തോമസ് കോളേജ് നടപ്പിലാക്കുന്ന വംശനാശം സംഭവിക്കുന്ന മരങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത വൃക്ഷത്തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അശോകൻ മുക്കോല അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ തുളസി രാമചന്ദ്രൻ, ക്രമറ്റോറിയം കെയർടേക്കർ രാജു MR, പ്രോജക്ടിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ PV ആൻഡോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് 6 വർഷമായി ചികിത്സയിൽ കഴിയുന്ന തൃശൂർ അഞ്ചേരി സ്വദേശിനിയായ 22-കാരി സുമനസ്സുകളുടെ സഹായം തേടുന്നു. അഞ്ചേരി ആൻസി റോഡിൽ താമസിക്കുന്ന സ്വാതി ഗോപിയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ബുദ്ധിമുട്ടുന്നത്. 6 വർഷമായി കൃത്രിമ ഓക്സിജൻ ഉപകരണത്തിന്റെ സഹായത്താലാണ് ശ്വാസം നിലനിർത്തുന്നത്. നിലവിൽ സെക്കന്ദരാബാദിലെ യശോദ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചിലവുകൾക്കുമായി 80 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വരിക. നിർധന കുടുംബാംഗമായ സ്വാതിയുടെ ചികിത്സാ സഹായത്തിനായി റവന്യൂ മന്ത്രി K രാജൻ രക്ഷാധികാരിയും ഡിവിഷൻ കൌൺസിലർ കരോളിൻ ജോഷുവ ചെയർപേഴ്സണുമായും 15-അംഗ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒല്ലൂർ ശാഖയിലുള്ള സന്ധ്യ ഗോപി, ആൻഡോ ജോസഫ് എന്നിവരുടെ പേരിലുള്ള 05350500007293 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ചാലക്കുടി പോട്ടയിൽ ഇടഞ്ഞോടിയ ആന പരിഭ്രാന്തി സൃഷ്ടിച്ചു. കൊല്ലത്തുള്ള പീച്ചിൽ ശിവൻ എന്ന കൊമ്പനാണ് വെള്ളിയാഴ്ച വൈകിട്ട് പാപ്പാനെ തട്ടിവീഴ്ത്തിയ ശേഷം ഓടിയത്. റോഡിലേക്ക് ഓടിയ ആന തിരുനാളിന്റെ ഭാഗമായി റോഡിൽ കെട്ടിയിരുന്ന ഏതാനും പട്ടുകുടകൾ നശിപ്പിച്ചു. പോട്ട പറകൊട്ടിക്കൽ ക്ഷേത്ര പരിസരത്ത് അരമണിക്കൂറോളം ചുറ്റിത്തിരിഞ്ഞ ആനയെ മറ്റു പാപ്പാന്മാർ ചേർന്ന് തളച്ചു. അരിമ്പൂർ സെന്റ് ആൽഫോൺസ ഹയർ സെക്കൻഡറി സ്കൂളിലെ 66ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പും നടത്തി. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ റോയ് ജോസഫ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ KA, ഫാദർ ജോഷ്വിൻ കൊക്കൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, പ്രിൻസിപ്പൽ നീതി ഡേവിസ്, പ്രധാന അധ്യാപിക ബീറ്റ വർഗീസ്, PTA പ്രസിഡന്റ് അലൈവ് ഈനാശു തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ ബെന്നി കിടങ്ങൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി ഞരളത്തുകാരൻ, ഡീക്കൻ അഖിൽ സണ്ണി, കൈക്കാരന്മാരായ സണ്ണി ജോസ് മാളിയേക്കൽ, വർഗീസ് കൊഴുക്കുള്ളിക്കാരൻ, സ്റ്റാൻലി കാട്ടുമാത്ത്, വിജിഷ് അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ പ്രിൻസൻ ഐനിക്കൽ, ജോയിന്റ് കൺവീനർ ജോയ് കണ്ണൂക്കാടൻ, ഫിനാൻസ് കൺവീനർ ജോഷി ആലപ്പാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 15, 16, 17, 18, 19 തീയതികളിലാണ് തിരുനാൾ. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,715 രൂപ, പവന് 1,01,720 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കാറിലുണ്ടായിരുന്ന കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൂണ്ടലിൽ 4 അംഗ സംഘം വീട് കയറി ആക്രമിച്ചു. ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. അക്രമികൾ വീട്ടുപകരണങ്ങളും വാഹനങ്ങളും തല്ലി തകർന്നു. ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കുന്നംകുളത്ത് ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് 2 യുവാക്കളും, തിരുവത്രയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികനും മരിച്ചു. ഇരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർപാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. കാട്ടുപന്നികളെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.